കിണ്ണത്തപ്പം. എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണല്ലോ. എല്ലാവരുടെയും ചായ കുടിയൊക്കെ കഴിഞ്ഞോ? വൈകുന്നേരം ഒരു 5:30 ആയി കേട്ടോ. ഞങ്ങളുടെ ചായ കുടി കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾക്ക് ചായയുടെ കൂടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഞാനിവിടെ തയ്യാറാക്കിയത്. അതായത് പഴമയുള്ള ഒരു ഐറ്റമാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ ഇച്ചിരി അതിന് അത്ര രീതിയിലില്ലാന്നാണ് എനിക്ക് തോന്നണത്. അപ്പം ഞാൻ എന്തായാലും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണെന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ടത് വൃത്തിയായി കിട്ടി. അപ്പം നിങ്ങളുടെ മുമ്പിൽ അതൊന്ന് അവതരിപ്പിക്കാമെന്ന് കരുതി. കിണ്ണത്തപ്പം എന്നാണ് ഞങ്ങളതിന് പറയണത്. ഞങ്ങളത് ആവിയിൽ പുഴുങ്ങിയെടുക്കുവാണ് കേട്ടോ ചെയ്തത് ഞങ്ങളുടെ രീതിയിൽ. അപ്പം ഞാൻ ശർക്കരയ്ക്ക് പകരം അരിപ്പൊടിയുടെ കൂടെ അരി അരച്ചതിൻ്റെ കൂടെ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളൊരു പലഹാരമാണിത്. ഞാൻ വളരെ തിന്നായിട്ടാണിത് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമാണിത് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെ അതിൻ്റെ ഫോം കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നുകൊണ്ട് ഞാൻ സ്വല്പം തിന്നായിട്ടാണ് സംഭവം ഉണ്ടാക്കിയത്. പക്ഷേ ടേസ്റ്റി ആയിരുന്നു. അപ്പം നിങ്ങൾ കിച്ചണിൽ വന്ന് അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക. താല്പര്യമുള്ളവരൊക്കെ ഇതിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആവിയിൽ പുഴുങ്ങിയെടുക്കുകയോ ചെയ്തേ. ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ചെയ്യണമെന്ന് എനിക്ക് തോന്നണത്. ചിലർ ചുട്ടെടുക്കണവരൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ പുഴുങ്ങി നല്ലൊരു ഫോമിൽ ഞങ്ങൾക്കത് കിട്ടി. അപ്പം നിങ്ങളുടെ മുമ്പിൽ അതൊന്ന് പ്രസൻറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ കരുതി കേട്ടോ. അപ്പം നമുക്ക് പോയി പരിപാടി തുടങ്ങാം. അപ്പം അതിനായിട്ട് നമ്മൾ അയ്യാറത്തിൻ്റെ പച്ചരിയാണ് എല്ലാ ഐറ്റവും ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പം അതാണ് ഇവിടെ ഇരുന്നത്. അതുകൊണ്ട് അയ്യാറത്തിൻ്റെ പച്ചരിയാണ് ഞാനൊരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് അരയ്ക്കാൻ പാകത്തിന് റെഡിയാക്കിയതാണ്. എന്നിട്ടത് കഴുകി വാരി നീറ്റാക്കി ചെരുവത്തിലെടുത്തുകൊണ്ട് വച്ചേക്കണതാണ്. അത് നമുക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് അരച്ചെടുക്കണം. ആദ്യം 2ാം പാല് പിഴിഞ്ഞത് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് അത് ചിലപ്പോൾ മുഴുവൻ ഒഴിക്കേണ്ടി വരില്ല. നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കാണിക്കാം. നമ്മൾ ഈ കപ്പിന് 1 കപ്പാണ് കേട്ടോ ഈ റൈസ് എടുത്തേക്കണം. 250 ml ആണ് ഇത്. 1 കപ്പാണ് ഞാൻ എടുത്തേക്കണം. ഇനി നമുക്ക് ഷുഗർ ചേർക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ച് കാണിക്കാം. അളവ് നമുക്ക് കാണിക്കാം. ജസ്റ്റ് ഞാനിപ്പോൾ അളവ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അരച്ചെടുക്കാം. അരയ്ക്കാനായിട്ട് ഒറ്റ ട്രിപ്പിൽ അരയ്ക്കാം. മിക്സിയുടെ ബൗളിലേക്ക് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന അരി ആദ്യം അങ്ങ് ഇടുക. എന്നിട്ട് നമുക്ക് ഇതിനാവശ്യത്തിന് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചേച്ച് നോക്കാം അരയ്ക്കാൻ എന്തോരം വേണ്ടി വരും എന്നുള്ളത്. ചിലപ്പോൾ മുഴുവൻ വേണ്ടി വരില്ല. തൽക്കാലം ഇത് ചേർത്ത് തൽക്കാലം ഒന്ന് അരച്ചിട്ട് പിന്നെ തേങ്ങാപ്പാൽ ചേർക്കാം. അത് ഞാൻ പകുതി പാലേ ഒഴിച്ചിട്ടുള്ളൂ. ഒഴിച്ചൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ മാവ് ഒറ്റ ട്രിപ്പിൽ തന്നെ അരച്ചെടുത്തതാണ്. അരി നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അരവിലാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് കിട്ടണത്. നല്ല രസമായിട്ടുണ്ട്. ഒഴിക്കണം കണ്ടാ എൻ്റെ കൺസിസ്റ്റൻസി. ഞാൻ 2ാം പാല് പകുതിയെ ഒഴിച്ചോളൂ. കാരണം ഇനി തലപ്പാലാ ചേർക്കേണ്ടത് ഇതിലേക്ക്. പിന്നെ നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളമയം കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ 2ാം പാല് ചേർക്കാൻ. 2ാം പാൽ ഇവിടെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് കേട്ടോ. അപ്പം ഈ അരച്ച മിക്സ് ഞാൻ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇതിൽ ചേർക്കേണ്ടത് 1 മുട്ടയും പാകത്തിനുള്ള പഞ്ചസാരയും മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ മാവ് ഞാൻ മാറ്റി വയ്ക്കാം ജസ്റ്റ്. എന്നിട്ട് നമുക്ക് 1 മുട്ട മതി. 1 മുട്ട ഇതിനാവശ്യത്തിനുള്ള ഷുഗറും ചേർക്കണം. മുട്ട അങ്ങ് പൊട്ടിച്ചിടട്ടെ എന്നാ. പൊട്ടിച്ചോ. മധുരം എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം ഷുഗർ ആഡ് ചെയ്യണം കേട്ടോ. നമുക്ക് തൽക്കാലം ഇതിലൊന്ന് അളന്നെടുക്കാം ഈ കപ്പിന്. എന്നിട്ട് നമുക്ക് മാവിൽ ചേർത്തേച്ച് കുറവോ കൂടുതലോ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 3 കൂമ്പനെ ഈ തവിക്കങ്ങ് ഇടാം ആദ്യം. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചേച്ച് മാവിലേക്ക് ചേർക്കാം. ചേർത്തിട്ട് പോരായ്ക ഉണ്ടെങ്കിൽ പിന്നെ പഞ്ചസാര ചേർത്താൽ മതി. ഇത് പാലും
പഞ്ചസാരയും കൂടെ ജസ്റ്റ് അങ്ങ് അടിച്ചുകൊണ്ട് വരാം. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ഞാനിപ്പോൾ മാവ് അരച്ചത് ബൗള് കഴുകിയില്ല, കാരണം അതിലേക്ക് തന്നെ ചേർക്കാനുള്ളതുകൊണ്ട്. അപ്പം ഞാനിത് അടിച്ചെടുക്കട്ടെ കേട്ടോ. അടിച്ചെടുത്ത് കൊണ്ടുവരാം. മിക്സിയിൽ അരി അരച്ച് ആ മിക്സിയിൽ കഴുകാതെ തന്നെ ഒരു മുട്ടയും 3 കൂമ്പനെ ഈ തവിക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് അടിച്ചുകൊണ്ട് വന്നതാണ്. അത് നമ്മൾ മാവിലേക്ക് ചേർത്തു. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, നമുക്ക് ഇത് മിക്സിയിലിരിക്കുന്ന ബാലൻസ് സ്വല്പം മാവൊക്കെ അരച്ചതിരിക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച് മാവിലേക്ക് ചേർക്കാനുള്ളത്. ഇത് കഴുകിക്കളയണ്ട. ഇനി ഇതൊന്ന് ഇളക്കുക. ഇളക്കിയിട്ട് എന്നാന്നറിയാമോ, ഈ മധുരം എങ്ങനെയുണ്ടെന്ന് നോക്കണം. എന്നിട്ട് വേണം, നമുക്ക് മധുരം കുറവാണെങ്കിൽ സ്വല്പം പഞ്ചസാര ആഡ് ചെയ്ത് ഇളക്കി കൊടുത്താൽ അങ്ങ് മെൽറ്റ് ആയിക്കോളും. അപ്പം ഞാനൊന്ന് ഇളക്കി ഒന്ന് നോക്കട്ടെ കേട്ടോ. മധുരത്തിൻ്റെ പരിപാടി ഇച്ചിരി മധുരം വേണം, അല്ലെങ്കിൽ കൊള്ളൂല. ഇതാകുമ്പോൾ ഒരു മുട്ട ഇതൊക്കെ ചേർക്കണതല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ, മധുരം മതിയോ എന്നുള്ളൂ. മധുരം പോരായി ഉണ്ടോ? നമുക്കൊരു കണ്ട ഒരു തവി, പിന്നെ ഒരു അരത്തവിയും കൂടെ ചേർത്തിട്ടുണ്ട്. 1.5 തവി. അപ്പം 4.5 തവിയാട്ടോ നമ്മൾ ഷുഗർ ടോട്ടൽ ചേർത്തേക്കണം. ഇതിനിപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട. ഇത് ജസ്റ്റ് അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അപ്പം മിക്സായി കിട്ടിക്കോളും. നമ്മളൊരു 10-15 മിനിറ്റ് ഇതിൽ വെച്ചിരുന്നിട്ടാണ് ചൂടണത്. ഇനി എന്നാ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം 2ാം പാല് ചേർത്ത് നമ്മൾ ഇത് അരച്ചെടുത്തില്ലേ. ഇനി നമ്മൾ 1ാം പാൽ, അതായത് തലപ്പാൽ ഇവിടെ സെപ്പറേറ്റ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പാലിഞ്ഞ് എടുത്തോണ്ട് വരാം. ആ പാല് ഇതിലേക്ക് ചേർത്ത് നല്ല ലൂസ് ഫോമിലാക്കണം മാവ്. എത്രയും ലൂസ് ഫോമിലാണോ അത്രയും നല്ലതാണ്. അതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഈ വട്ടയപ്പം ഇഡലിയൊക്കെ ആകുമ്പോൾ സ്വല്പം ഒരു കുറിയല്ലേ മാവ് ഇരിക്കണം. ഇതിപ്പോ അങ്ങനെയല്ല, ശരിക്കും ലൂസ് ഫോമിൽ വേണം. അപ്പൊ ഞാൻ തലപ്പാല് എടുത്തോണ്ട് വന്ന് ഈ മിക്സിയിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇത് മിക്സിയിലേക്ക് ഒഴിക്കുക 1ാം പാല്. അതെന്നാന്ന് വെച്ചാൽ മിക്സി അങ്ങ് കഴുകിയെടുക്കാനാട്ടോ. മുട്ടയും ഷുഗറും അരിയൊക്കെ അരച്ച മിക്സിയല്ല. അത് സ്വല്പം ഇതിലൊക്കെ പിടിച്ചിരിപ്പുണ്ടല്ലോ. അത് വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമില്ല ഫുഡിന്റെ ആവുമ്പോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചേർക്കുവാണേ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തേച്ച് ഇപ്പൊ പാകമായിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇളക്കി കൊടുത്തേച്ച് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഇത് വെച്ചിരിക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടാനായിട്ട്, മുട്ടയുടെ ഇതിന്റെ എല്ലാം കൂടെ. അപ്പൊ യോജിച്ച് വരുമ്പോ ചിലപ്പോ മാവ് സ്വല്പം കട്ട പോലെ ആയിട്ടുണ്ടാവും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അതിനിവിടെ 2ാമത് പിഴിഞ്ഞ പാല് അരയ്ക്കാനെടുത്തതിന്റെ ബാക്കി ഇരിപ്പുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കറിക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. മധുരം ചിലപ്പോൾ ഇപ്പം നോക്കി അറിയൂല. അത് ഈ മെൽറ്റായി വരണ്ടേ നമ്മൾ ചേർത്തേക്കണത്. നമുക്ക് ചൂടാൻ നേരത്ത് നോക്കാം. അപ്പൊ ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഇരിക്കട്ടെ. ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ മതി. ഇത് പൊങ്ങി വരുമൊന്നുമില്ല കേട്ടോ ഈ മാവ്. കാരണം തേങ്ങാപ്പാലും മുട്ടയും പഞ്ചസാരയും അരിയും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പൊങ്ങി വരാനൊന്നുമില്ല. അപ്പൊ നമുക്കൊരു എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. അടച്ചു വെക്കട്ടെ എന്നാ. അങ്ങനെ നമ്മളൊരു മാവ് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് അരച്ച് നമ്മൾ വെച്ചായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി. അപ്പൊ അതേ ഒരു തരി ഏലക്ക പൊടിച്ചത്. ഏലക്ക, ജീരകം ചേർക്കണില്ല കേട്ടോ. ജീരകം കാരണം അല്ല, പൊടിച്ച് ചേർക്കാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീരകം നമ്മൾ മുഴുവൻ ഇതിലൊരു 3-4 ഇടണുണ്ട്. അതുകൊണ്ടാട്ടോ. ഇവിടെ ജീരകത്തിന്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് ആർക്കും ഒരുപാട് അങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വളരെ കുറച്ചാട്ടോ തവയിൽ ജീരകം ചേർക്കണോടോ. ഇതിന് ശരിക്കും ജീരകം ചേർത്താണ് ചെയ്യേണ്ടത്. ഞങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഞങ്ങൾ ചെയ്യണോണ്ട് മാത്രം ജീരകം വളരെ കുറവ് ചേർക്കണതാണ്. ഞങ്ങളൊരു 10-15 മിനിറ്റ് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കുറുകലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ആ 2ാം പാല് ബാക്കി ഇരുന്നത് ഞാൻ പിന്നെ ചേർത്തില്ല കേട്ടോ. ഒട്ടും ചേർത്തിട്ടില്ല. അപ്പം ഇത് എന്താന്ന് വെച്ചാൽ, ഇനി ചെയ്യാൻ പോണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു കിണ്ണത്തിലേക്ക് ഞങ്ങളൊരു ഫിൽറ്റർ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുക. കാരണം എന്നാന്ന് വെച്ചാൽ, ഈ അരയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി അറിയാതെയൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഈ ഫിൽറ്ററിലേക്ക് അത് ഫിൽറ്റർ ചെയ്തിരുന്നോളും. അപ്പൊ ശരിക്കും ലൂസ് ഫോമിൽ വരാൻ വേണ്ടിട്ടോ. അപ്പൊ അത്രയും ലൂസ് ഫോമിലാവുമ്പോ അത്രയും സോഫ്റ്റും ആയിരിക്കും. അപ്പൊ അരിക്കട്ടെ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അരിച്ചു നോക്കിയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം ചെയ്യണതാണ്. അരിച്ചു നോക്കിയിട്ട് അധികം ഇതൊന്നും അരിപ്പയിലൊന്നും കിട്ടാനില്ലായിരുന്നു. ഇനി നമുക്ക് അപ്പച്ചൻ അടുപ്പത്ത് വെച്ച് മാവ് കോരി ഒഴിക്കാം. എണ്ണത്തപ്പം ചുടാനായിട്ട് ഈ ബൗളിനകത്ത് അടിയിൽ ഒരു സ്വല്പം
നെയ്യ് പുരട്ടെ കേട്ടോ. കാരണം അത് ഒരു ടേസ്റ്റും കിട്ടും, പിന്നെ വിട്ടു പോകാനല്ലോ അപ്പം അടിയുന്നു, അതിന് വേണ്ടി. എന്നിട്ട് നമുക്ക് മാവ് അതിലേക്ക് കോരി ഒഴിക്കണം. നമുക്ക് കിണ്ണത്തപ്പം ചൂടാനായിട്ട് മാവ് തവയില് കിണ്ണത്തിലേക്ക് ഒഴിക്കാം. ഒഴിച്ച് വെച്ച് നമുക്ക് മൂടി വെക്കാം. ഇതിപ്പം മാവ് കുറച്ച് കൂടുതൽ ഒഴിച്ചാലും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങി വരാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഒഴിക്കാം. ഞാനിപ്പോൾ ഇത്രയും ഭാഗം ഒഴിച്ചിട്ടുള്ളൂ. വേറൊരു കിണ്ണത്തിലും കൂടെ നമുക്ക് ഒഴിച്ച് ചുട്ടെടുക്കാം. ഇത് വാങ്ങി കഴിയുമ്പോൾ കേട്ടോ. നമുക്ക് ഒരു എങ്ങനെയാണെങ്കിലും ഒരു 3-4 തരി ജീരകമെങ്കിലും ഇതിലിട്ട് കൊടുക്കണം കേട്ടോ. അതാണ് നമുക്കൊരു 2-3 ജീരകം ഇട്ട് കൊടുക്കാം അല്ലേ. ഇതിലായിട്ട് 2-3 ജീരകം ഇട്ട് കൊടുക്കാം. പോരെ? ഇനി നമുക്ക് മൂടി വെച്ചാലോ? മൂടി വെക്കാം. നമുക്കൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. അത് കഴിഞ്ഞിട്ട് വേവതനുസരിച്ച് നമുക്കൊന്ന് അപ്പച്ചപ്പ് തുറന്ന് നോക്കാം. വേവ് ആയിട്ടുണ്ട് എന്തായാലും. ഞാനൊരു 15 മിനിറ്റ് നമ്മൾ അപ്പച്ചമ്പിൽ ഇത് വേവിച്ച് കഴിഞ്ഞേച്ച് ഞാനൊന്ന് ഈർക്കിളി കൊണ്ട് കുത്തി നോക്കി. ഇപ്പം നന്നായിട്ട് വെന്തതുപോലെ തോന്നി. അത് കഴിഞ്ഞപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് പാത്രത്തിൽ തന്നെ വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്ത് തുറന്ന് കാണിച്ചതാണെങ്കിൽ ഇപ്പം ഇതേ തൊട്ട് നോക്കുമ്പോൾ തണുപ്പായിട്ടുണ്ട്. ഇനി ശരിക്ക് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മുറിച്ച് കാണിക്കാം കേട്ടോ. ഏതായാലും ഫസ്റ്റ് ടൈം ചെയ്തിട്ട് നല്ലതായിട്ട് തോന്നിക്കുന്നു. മുറിച്ചിട്ട് നമുക്ക് പറയാം എങ്ങനെയാണെന്നുള്ളത്. നമുക്കിത് പുറത്തേക്ക് എടുത്തിച്ച് ഇനി ഒരു ചെറുത് ചുടാനുള്ളതേ ഉള്ളൂ. അത് നമുക്ക് ചുട്ടങ്ങ് വെച്ചേക്കാം കേട്ടോ. ഇതൊന്നാ മാറ്റട്ടെ, ചൂടാറി. അപ്പം നമുക്ക് ഈ കിണ്ണത്തപ്പം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അത് ഞാനിങ്ങനെ കോർണറായിട്ട് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അടർത്തിയെടുക്കാം കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യണതായതുകൊണ്ട് വളരെ തിന്നായിട്ടാണ് കേട്ടോ കോരി ഒഴിച്ചത്. അതുകൊണ്ട് കട്ടി കുറവാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വളരെ നന്നായിട്ടുണ്ട്. ഞാനിന്നൊന്ന് ബാക്ക് സൈഡും ഒക്കെ ഒന്ന് മടക്കി കാണിക്കാം. കാണിച്ചോ. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ വളരെ തിന്നായിട്ടാണ് കോരി ഒഴിച്ച് നോക്കിയത്. എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ എന്ന് കരുതി. പിന്നെ ജീരകം അധികം ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം ഞങ്ങളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കട്ടെ. അതെ, വളരെ ഇതായിട്ടായിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ടല്ലേ. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലാട്ടോ ടേസ്റ്റ് അറിയാവുള്ളൂ. അപ്പം ടേസ്റ്റിംഗ് ടൈമിൽ നമ്മുടെ മകള് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അതെങ്ങനെയാണെന്ന്. നമുക്ക് ഓരോന്നേ അങ്ങ് എടുത്ത് വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. ബാക്ക് ഇത് ഫ്രണ്ട് വശം, ഇത് ബാക്ക് സൈഡ്. നന്നായിട്ട് വിട്ടൊക്കെ പോന്നിട്ടുണ്ട്. നെയ്യൊക്കെ തൂകിയത് കൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് ഇതങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അപ്പൊ പ്രേക്ഷകർക്ക് ഇത് എന്തായാലും ഇത് ട്രൈ ചെയ്താൽ എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. പിള്ളേർക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊരു ഐറ്റം കൊടുക്കാൻ നല്ലതാ അല്ലേ. അത്യാവശ്യം മധുരമുണ്ട്. തേങ്ങാപ്പാലും അരിയും ഒരു മുട്ടയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പോഷകസമൃദ്ധമായ ഐറ്റം തന്നെയാണ് ഇതല്ലേ. നല്ല ടേസ്റ്റി ആണ് കേട്ടോ. ടേസ്റ്റിംഗ് ടൈം ഞാൻ കാണിക്കാവേ. ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ടില്ല. ടേസ്റ്റിംഗ് ടൈം ഞാൻ കാണിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അത് മതി. പിന്നെ ഈസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് പൊങ്ങി വരൂലല്ലോ. ആ ഒഴിക്കുന്ന അത്രയും മാവ് തന്നെ ഇതിലുണ്ടാവും. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അത് വലിയൊരു പ്രത്യേകതയാ അല്ലേ. ഇതാണ് നമ്മുടെ കിണ്ണത്തപ്പം. നല്ല രസമായിട്ടില്ലേ? നല്ല സൂപ്പർ സോഫ്റ്റിയാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോഫ്റ്റ് നല്ല ഇതിന് പറയണ്ടേ, ഭയങ്കര ഇങ്ങനെ കിളുന്തായിട്ടിരിക്കില്ല. അതിനെന്താ പറയണേന്ന് എനിക്കറിയില്ല. നല്ല രസമായിട്ടാണ് ഇതിരിക്കുന്നത്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല കിളുന്തായിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ ഇത് തന്നെയാണ്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കൊക്കെ ആണെങ്കിലും കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല മിനുസമായിട്ടാണ് ഇരിക്കുന്നത്. നല്ല രസമായിട്ടുണ്ട്. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ സാധനം നേരത്തെ പല സ്ഥലത്തുനിന്നും പല ഷോപ്പിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനത്തെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയത്. കിണ്ണത്തപ്പം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല. നമ്മുടെ ഈ നാട്ടിലൊന്നും അത്ര പ്രചാരത്തിലില്ലാത്ത ഒരു പലഹാരം ആയത് കാരണം നമ്മൾ പൊതുവെ വീടുകളിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ ഈ ഷോപ്പുകളിൽ പുറത്തുനിന്നൊക്കെ കഴിച്ച ആ ഒരു ടേസ്റ്റ് വെച്ചിട്ട് ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ ഒരു ഊഹം വെച്ചിട്ട് ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് ടൈം മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഇത് എത്രത്തോളം നന്നായി വരും എന്നൊന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ബട്ട് എനിവേസ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൻ്റെ ടെക്സ്ചറൊക്കെ വന്നു. ഇതിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല കറക്റ്റാണ്. നല്ല അപ്പം ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല രസമായിട്ടുണ്ട്. മധുരം കറക്റ്റാണ്, കൂട്ടുകളൊക്കെ കറക്റ്റാണ്.
എല്ലാം വളരെ വളരെ നന്നായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് ഫുൾ കഴിക്കാൻ പോവാണ്. എനിക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ സാധനം. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. ഒപ്പം തന്നെ ഒരു കാര്യം മറന്നു പോകരുത്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. പിന്നെ മറ്റൊരു വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.